സുഖല്ലേ? വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കോവയ്ക്ക വിളവെടുക്കാൻ പോവുകയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രകൃതിയോട് വളരെയധികം ഇണങ്ങി നിൽക്കുന്ന ഒരു ഫലം അല്ലെങ്കിൽ ഒരു പച്ചക്കറിയാണ് കോവയ്ക്ക. പ്രത്യേക പരിഗണന ഒന്നും തന്നെ ആവശ്യമില്ലാതെ വളരുന്ന ഒരു പച്ചക്കറി കൂടിയാണ് കോവയ്ക്ക. കോവയ്ക്ക ഏറ്റവും അധികം വിളവ് നൽകുന്നത് മഴക്കാലത്താണ്. കുക്കുർബിറ്റേസി എന്ന സസ്യകുലത്തിൽപ്പെട്ട കോവയ്ക്ക ഇംഗ്ലീഷിൽ ഐവി ഗാർഡ് എന്ന് അറിയപ്പെടുന്നു. കോവയ്ക്ക നല്ലൊരു രോഗപ്രതിരോധശേഷി കൂട്ടാൻ കഴിവുള്ള ഒരു പച്ചക്കറിയാണ്. ഇൻറ്റേർണൽ ഓർഗൻസായ ഹൃദയം, തലച്ചോറ്, കിഡ്നി എന്നിവയുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഒരു പച്ചക്കറിയാണ് കോവയ്ക്ക. പറയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു പച്ചക്കറി കൂടിയാണ് കോവയ്ക്ക. കോവയ്ക്ക അല്ലെങ്കിൽ മൂക്കാത്ത കോവയ്ക്ക കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹത്തിന് ഏറ്റവും നല്ല ഒരു പച്ചക്കറിയാണ് കോവയ്ക്ക. പ്രകൃതിയുടെ ഇൻസുലിൻ എന്നാണ് കോവയ്ക്ക അറിയപ്പെടുന്നത്. പ്രമേഹമുള്ളവർ ദിവസവും ഒരു 100 ഗ്രാം വെച്ച് കോവയ്ക്ക കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. കോവയ്ക്കയുടെ ഇല ഉണക്കിപ്പിടിച്ച് കഴിക്കുന്നത് ഡയറിയയ്ക്ക് അല്ലെങ്കിൽ വയറിളക്കത്തിന് നല്ല ഒരു മരുന്നാണ്. പ്രധാനമായി പറയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ധാതുക്കൾ, അന്നജം, വിറ്റാമിൻ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, നാരുകൾ, മാംസ്യം എന്നിവ സുലഭമായി നമ്മുടെ വീട്ടുവളപ്പിൽ ഒരു പച്ചക്കറി കൂടിയാണ്. സുലഭമായി കൃഷി ചെയ്യാൻ പറ്റിയ ഒരു പച്ചക്കറിയാണിത്. കായ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച കൂടുമ്പോൾ വിളവെടുക്കാൻ സാധിക്കുന്ന ഒരു പച്ചക്കറിയാണ് കോവയ്ക്ക. ഒരു സാമ്പാർ ഉണ്ടാക്കാനാണേലും, അവിയലുണ്ടാക്കാനാണേലും, അല്ലാണ്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനാണേലും, തോരൻ ഉണ്ടാക്കാനാണേലും കോവയ്ക്ക നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീട്ടുവളപ്പിൽ ഒരു കോവൽ അത്യാവശ്യമാണ്. ആടിൻ്റെയും പശുവിൻ്റെയൊക്കെ ചാണകമില്ലേ, അത് വേണമെങ്കിൽ ഇടാം. പിന്നെ അതൊന്നും ഇല്ലാത്തവർക്ക് നമ്മുടെ ബാക്കി വരുന്ന കഞ്ഞിവെള്ളം ഇതിന് വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്.